എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ ചെടിയുടെ പരിപാടിയാണ്. കയറി വരുന്ന എൻട്രൻസിൻ്റെ അടുത്ത് തന്നെ വെക്കാൻ വേണ്ടി ഒരു ചെടി നട്ടു വളർത്തിയായിരുന്നു. ഇത് മണി പ്ലാന്റ് പോത്തോസ് എന്നും പറയും. ഇത് രണ്ട് ടൈപ്പ് മിക്സ് ചെയ്താണ് നട്ടേക്കണേ. ഒന്ന് ഈ വൈറ്റ് കൂടിയത് മാർബിൾ പോത്തോസ് എന്ന് പറയും, മറ്റേ നമ്മുടെ സാധാ ഗോൾഡൻ. ഇത് ഇവിടെ അത് രണ്ടും കൂടെ മിക്സ് ആയിട്ടുള്ളതാണ്. ഇപ്പൊ 1-2 തണ്ടൊക്കെ 3-4 ഫീറ്റ് വളർന്നു. അപ്പം ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കിയെന്ന് വിചാരിച്ചു. ഇവിടെ നേരത്തെ ഒരെണ്ണം ഉണ്ടാക്കി കയറ്റി വിട്ടിട്ടുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അത് ചുമ്മാ ലാഡറല്ല കയറ്റി വിട്ടേക്കണേ. അപ്പൊ അത് വേര് പിടിക്കണില്ല ലാഡറിലേക്ക്. നമ്മളതിൽ പെയിന്റ് ചെയ്തേക്കണ കാരണം ഈ പ്രാവശ്യം നാച്ചുറലായിട്ട് വേര് സ്റ്റാൻഡായിട്ട് പിടിക്കാവുന്ന രീതിയിൽ ഒരെണ്ണം ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു. അപ്പം അതിൻ്റെ പണിപ്പുരയിലേക്ക് പോകാം. അപ്പോൾ അളവൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉദ്ദേശിച്ചേക്കണേ ഈ ചാക്ക് ഈ തടിയെ പൊതിയാനാണ് ഉദ്ദേശിച്ചേക്കണേ. ഇത് ഡോളർ സ്റ്റോറിൽ നിന്ന് $2, $2.50 കിട്ടുന്ന സാധനം. ഇത് മെയിനായിട്ട് ഈ വിൻ്ററിൽ സ്നോയിൽ നിന്ന് ചെടീനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി, ഔട്ട്ഡോറുള്ള ചെടീനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി പൊതിഞ്ഞ് കെട്ടണതാണ്. അപ്പോൾ ഇത് കട്ട് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള രീതിയിലാക്കി ഉപയോഗിക്കാനാണ് പരിപാടി. ഒന്ന് ഉപയോഗിച്ച് നോക്കാം. 5 തട്ടാണ് ഉദ്ദേശിച്ചേക്കണേ. അത് കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരെണ്ണം ഇത്തിരി കൂടിപ്പോയിട്ടുണ്ട്, അത് അടി കൊടുക്കുമ്പോൾ അറിയത്തില്ല, കുഴപ്പമില്ല. ഇത് 8 ഇഞ്ചാണ് ഒരെണ്ണത്തിൻ്റെ. ഇത് ഏകദേശം ഇങ്ങനെ വരും. നമുക്കിനി ചാക്ക് ഇതിന് പറ്റുന്ന രീതിയിൽ കട്ട് ചെയ്ത് റെഡിയാക്കണം. നമ്മൾ ഈ ചാക്ക് കവർ ചെയ്തിട്ട് ആണി അടിക്കുന്നതിന് പകരം ഈ തമ്പിന് കൊടുക്കാമെന്ന് വിചാരിച്ച. ഇതിൻ്റെ ഗോൾഡൻ കളർ വാങ്ങിക്കാനാണ് ചെന്നത്, പക്ഷേ ഗോൾഡൻ കിട്ടിയില്ല, സിൽവറാണ് കിട്ടിയേക്കണേ. പക്ഷെ കുഴപ്പമില്ല, ഗോൾഡനാണ് ഇത്തിരിയോടെ മാച്ചിങ് ആയേനെ. എങ്ങനെയുണ്ട് ചിന്ന നമ്മുടെ പ്ലാന്റ് ലാഡർ? അപ്പം നമ്മുടെ തമ്പിന് ചണച്ചാക്കയിൽ കൊടുത്താണ് ചെയ്തേക്കണേ. ഈ ഐഡിയ എവിടെ നിന്ന് കിട്ടിയെന്നുള്ളത് കാണിക്കാൻ വേണ്ടിയാണ് ഇപ്പം ഇതിവിടെ കിടക്കുന്ന ഡൈനിങ് ടേബിളിൻ്റെ ബെഞ്ചാണ്. അവർ ഈ ടൈപ്പ് ഒരു സെയിം പാറ്റേണാണ് ചെയ്തേക്കണേ. അത് കണ്ടപ്പോഴാണ് ഇങ്ങനെ ഒരു ഐഡിയ തോന്നിയത്. അപ്പം അതേ രീതിക്ക് തന്നെ ചെയ്തിട്ടുണ്ട്. ഇനി അപ്പോൾ പോയി ചെടിച്ചട്ടിക്കകത്ത് വെച്ച് നോക്കാം, ചേരുവോ ഭംഗിയാവോ എന്താന്നുള്ളത്. ഇപ്പൊ ലാഡർ എവിടെ കുത്തണം എന്നുള്ളത് നോക്കുവേ. ബാക്കി കുത്താൻ തീരുമാനിച്ചു. അപ്പം ഇവിടെ നിന്നുള്ളത് കയറുമ്പോൾ ഒരു ഭംഗി വരും. തന്നെയല്ല അവിടെ ഇവിടെ വേരുള്ള കാരണം അത് നശിപ്പിക്കാതെ വേണം ചെയ്യാൻ, അല്ലെങ്കിൽ പിന്നെ ആ തണ്ട് ചിലപ്പോൾ ഉണങ്ങി പോകും. കൂട്ടാണെന്ന് പിടിച്ചേ. റെഡി? മുകളില് ഓൾമോസ്റ്റ് മുട്ടും. ഇവിടെ കുത്തിയാലോ? ഇതിവിടെയാണ് ഞാൻ ഉദ്ദേശിച്ചേക്കണേ. ഇത് കറക്റ്റ് അധികം ബാക്കിലായി കഴിഞ്ഞ് ചട്ടിയുടെ അടിഭാഗം വരുമ്പോൾ വീതി കുറവാണ്. ഏകദേശം 8 ഇഞ്ചോ ഉള്ളൂ. അതനുസരിച്ച് ഉണ്ടാക്കിക്കണം. അപ്പൊ അതിൽ കൂടുതലായ ഇത് എന്ന് അടി ചെന്ന് ചട്ടിയുടെ കുത്തിയിട്ട് അത് പൊട്ടും. പ്രസ് 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 പ്രസ്. ഇത്തിരി മാറിപ്പോയ ചട്ടി തുളഞ്ഞ് അപ്പുറം പോകും. അങ്ങനെ ലാഡർ അല്ലെങ്കിലും വേറെ ചട്ടിക്ക് കമ്പ് കുത്തിയപ്പോ പറ്റിയിട്ടുള്ളതാ. വില ഉണ്ടോ ജിനു? വീടിലാണോ?
ശരിക്കും ഇത്തിരിയോടെ പോകാനുണ്ട്, കാരണം ഞാൻ അളവെടുത്തനുസരിച്ച് അത് താഴെ മുട്ടേണ്ടതാണ്. പക്ഷെ കുഴപ്പമില്ല. അപ്പം കെട്ടാവുന്നതൊക്കെ കെട്ടി. ഇനി കുറെ ഇത്തിരിയോടെ 1 മാസത്തിനുള്ള ആവാനുണ്ട്. അപ്പൊ വലിച്ചു കെട്ടണില്ല, ഉള്ളതെല്ലാം വെച്ചിട്ടുണ്ട്. ഒരു 5 feet ഹൈറ്റ് ഉണ്ട് അതിന്. ഇതൊരു 3.5. പിന്നെ കുറെ കരിയിലൊക്കെ ഉണ്ടായിരുന്നു, എല്ലാം പറക്കി കളഞ്ഞു. ഞാൻ നോക്കിയപ്പോ 1 ചാക്ക് മണ്ണോടെ അതിൻ്റെ അത് സുഖമായിട്ട് കൊള്ളും. അപ്പൊ 1 ചാക്ക് മണ്ണും വളവും കൂടെ നാളെ വാങ്ങിച്ച് ഫില്ല് ചെയ്ത് ഇടണം. ചെടിയൊക്കെ നട്ട് ഒരാഴ്ച കഴിഞ്ഞു, ഇത്തിരിയോടെ വളർന്നു, നന്നായിട്ട് പോകണ്ട്. ഇത്തിരി ചാണാനും മണ്ണൊക്കെ ഇങ്ങനെ ഇട്ട് ഒന്ന് വെട്ടി മൂടുക. പിന്നെ 2 വർഷത്തേക്ക് ഒന്നും ചെയ്യണ്ട, വെള്ളം ഒഴിച്ചാൽ മാത്രം എന്ന് വിചാരിക്കണം. നിങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുന്ന, ഷെയർ ചെയ്യുന്ന, സബ്സ്ക്രൈബ് ചെയ്യുന്ന. ബൈ ബൈ. ബൈ ബൈ.